ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരുമെന്ന് അമ്മയും പേടിച്ചതല്ലേ? എന്നിട്ട് എന്തിനാ ഗാഥയെടുത്ത് കുളിക്കാൻ പറഞ്ഞ്? എന്തിനാ ഇന്നും വ്രതം എടുക്കാൻ പറഞ്ഞ്? ഒന്നും ഞാൻ പറഞ്ഞതല്ല മോനെ. പിന്നെ ആരാ? മുത്തശ്ശിയാ. മുത്തശ്ശി എവിടെ? എന്താ നവീൻ? മുത്തശ്ശി ഗാഥയോടൊന്ന് കുളിക്കാനും പൂജയിൽ പങ്കെടുക്കാനും പറഞ്ഞിരുന്നു. ഞാൻ നിർബന്ധിച്ചില്ല. ആ കുട്ടി ഇങ്ങോട്ട് വന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് മുത്തശ്ശിക്ക് വിലക്കാരുന്നില്ലേ? ഗാഥയ്ക്ക് ശീലമില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിനൊരു പരിധി വേണ്ടേ? ഒരു കാര്യം പറയാലോ, ഇതിപ്പോ ഗാഥയോട് നമ്മൾ കാണിക്കുന്നത് ക്രൂരതയെ. ഇതിനപ്പുറം ഒരു ക്രൂരത നമ്മുടെ കുടുംബം ഗാഥയോട് ചെയ്യാനില്ല. ഒരാളുടെ ബുദ്ധിമുട്ടിനെ ചൊല്ലി എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഞാനിത് ചെയ്യുന്നത് എന്റെ മനസ്സുഖത്തിനല്ല, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഈ പൂജ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചാല് അതിന്റെ ദുരന്തം എന്തായിരിക്കുമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കുറച്ചു നാളുകളായല്ലോ മുത്തശ്ശി എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്ന പോലെ സംസാരിക്കുന്നത്. എന്താ അത്? ഈ പൂജയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താ? ഇത് മുത്തശ്ശി പറഞ്ഞേ പറ്റൂ. മുത്തശ്ശി, ആ കാര്യത്തില് എല്ലാവർക്കും ടെൻഷനുണ്ട്. ജീവിച്ചിരിക്കുമ്പോ കുടുംബത്തിലെ കാര്യങ്ങള് എല്ലാരും അറിഞ്ഞിരിക്കണമല്ലോ. ഇതെന്തിനെത്ര കടുത്ത പൂജ? ഇതെന്തിനാ മുത്തശ്ശി പേടിക്കുന്നത്? അതെന്റെ മനസ്സിൽ തന്നെ ഇരിക്കും, എന്നോട് കൂടെ അത് മണ്ണടിയുകയും ചെയ്യും. കേട്ടോ അമ്മേ, ഏതോ ഒരു മണ്ടത്തരത്തിന് വേണ്ടിയാ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതെന്താണെന്ന് നമ്മളുടെ അടുത്ത് പറയാനും വയ്യ. അതെന്തുകൊണ്ടാ? അതിൽ സ്വാർത്ഥത ഉള്ളതുകൊണ്ട്. വേണ്ട നവീൻ, അമ്മയെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞാ അതെനിക്ക് ഇഷ്ടമാവില്ല. ഇതിപ്പോ കുറെ കാലമായില്ലേ ഞാൻ അമ്മയ്ക്കൊപ്പം ഈ തറവാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ ഇതുവരെ സ്വന്തമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, സത്യം. പക്ഷെ കുടുംബത്തിന് വേണ്ടി ചോദിക്കും. അമ്മയ്ക്കൊരാളോട് ദേഷ്യം തോന്നുന്നു എന്ന് പറഞ്ഞോ, അത് ഈ കുടുംബത്തിന്റെ ദേഷ്യമോ? അമ്മ ചിന്തിക്കുന്നത് ഈ കുടുംബത്തിൽ സന്തോഷം വരാൻ വേണ്ടി മാത്രമോ? അമ്മ ഉണ്ണാതിരിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതും ഒക്കെ ഈ കുടുംബത്തിന് വേണ്ടിയാ മോനെ. പുറത്തുള്ളവർക്ക് അതെന്റെ അമ്മായിയമ്മയാ, പക്ഷെ എനിക്കങ്ങനെയല്ല. എന്റെ സ്വന്തം അമ്മയാ.